ഞാനിന്നിവിടെ ക്ലാസ് എടുക്കുന്ന കേട്ടിട്ട് കാറ്റഗറി 3 മാത്തമാറ്റിക്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെട്ട ഒരു ഭാഗമാണ് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് ആൻഡ് സീരീസിലെ അരിത്തമെറ്റിക് പ്രോഗ്രഷനാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്ന് പഠിക്കാം. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതുകയാണ്. 2, 6, 10, 14, 18 എക്സെട്ര. ഇതിൻ്റെ എന്ന് വെച്ചാൽ വ്യത്യാസം എത്രയാണെന്ന് നോക്കി. ഓരോ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 6ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം 4, 10ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. 14ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. ഇപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 4. ഇനി നമുക്ക് മറ്റൊരു സീരീസ് എടുക്കാം. മറ്റൊരു സീരീസാണ് 20, 17, 14, 11 എക്സെട്ര. ഇവിടെ 20ഉം 17ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് -3 ആണ്. 17ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം -3, 14ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം -3. അപ്പം ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു -3 ആണ്. കോമൺ ഡിഫറൻസ് ഈക്വൽ ടു -3. അപ്പോൾ എന്താണ് ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരേ സംഖ്യ കൊണ്ട് ഒന്നുകിൽ ആ സീക്വൻസിനെ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സീരീസിനെ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കാം. നമുക്കിനി ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും ഉണ്ടെങ്കിൽ നമുക്ക് എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അപ്പം നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞ സീരീസ് തന്നെ എടുക്കുന്നു. 2, 6, 10, 14, 18 എക്സെട്ര. ഈ സീരീസിൻ്റെ ആദ്യ പദം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ T1 എന്നെടുത്തു. സെക്കൻഡ് ടേമിനെ നമ്മൾ T2 എന്ന് വിളിച്ചു. തേർഡ് ടേമിനെ T3 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാം പദം നമുക്ക് അറിയത്തില്ല, നമുക്ക് അതിനെ സൂചിപ്പിക്കാൻ Tn എടുക്കാം. അപ്പം തൊട്ടടുത്തുള്ള ടേം ഏതായിരിക്കും? തൊട്ടടുത്തുള്ള ടേം എന്ന് പറയുന്നത് Tn-1 ആയിരിക്കും അല്ലേ? Tn-1. അപ്പം നമ്മളിപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് T1 എന്ന് പറയുന്നത് 2 ആണെന്ന് എഴുതി. ഫസ്റ്റ് ടേം 2 ആണ്. സെക്കൻഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നത്? സെക്കൻഡ് ടേം 2 പ്ലസ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ആ 4ഉം കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് T2 കിട്ടുന്നത്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 എന്ന് പറയുന്നത് T1 ആണ്, പ്ലസ് 4 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. നമുക്ക് T2 ഈക്വൽ ടു 2 + 4 എന്ന് പറയുന്നത് T1 + D എന്ന് എഴുതാം. നെക്സ്റ്റ് T3 എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? T3യെ നമുക്ക് എങ്ങനെ എഴുതാം? T2 + 4 എന്ന് എഴുതാം. അപ്പോൾ 6 + 4 ഈക്വൽ എന്ന് പറയുന്നത് എന്താണ്? 6 എന്ന് പറയുന്നത് T2 ആണ്, പ്ലസ് കോമൺ ഡിഫറൻസ് D. ഇനി ഈ T2വിനെ നമുക്ക് എങ്ങനെ എഴുതാം? T2 എന്ന് പറയുന്നത് T1 + D ആണ് അല്ലേ? T1 + D ആണ് T2 എന്ന് പറയുന്നത്, പ്ലസ് D ഈക്വൽ ടു T1 + 2D എന്ന് കിട്ടും. T1 + 2D. അപ്പോൾ T1 എന്ന് പറയുന്നത് 2 എന്ന് കിട്ടി. T2 എന്ന് പറയുന്നത് T1 + D ആണ്. T3 എന്ന് പറയുന്നത് T1 + 2D ആണ്. നമുക്കിനി അടുത്തത് ചെയ്ത് നോക്കിയാലും നമുക്ക് എന്തോ കിട്ടും? നമുക്കടുത്ത് T4 നമുക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് T4 ഈക്വൽ ടു T1 + 3D എന്ന് കിട്ടും. അടുത്ത് T5 ആണെങ്കിലോ T5 ഈക്വൽ ടു T1 + 4D എന്ന് കിട്ടും.
അപ്പം എങ്ങനെ നമുക്ക് ഇവിടെ ആദ്യ പദം ഈ എത്രാമത്തെ പദമാണോ കാണുന്ന അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാം പദത്തെ എങ്ങനെ എഴുതാം? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാം പദം ടി എൻ എന്ന് പറയുന്നത് ടി എൻ ഈക്വൽ ടു T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. പിടിക്കുന്നതിനുള്ള ഇക്വേഷനാണ് ടി എൻ ഇൻറ്റു T1 പ്ലസ് -1 ഇൻറ്റു ഡി. നമുക്ക് ജനറൽ കണ്ടുപിടിക്കാൻ T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് എഴുതാം. T1 എന്ന പോലെ തന്നെ എ എന്ന പദം നമുക്ക് ഫസ്റ്റ് ടേമിന് പകരം T1 പകരം നമുക്ക് എയും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ Tn ഈക്വൽ ടു എ n മൈനസ് 1 ഇൻറ്റു ഡി എന്നും എഴുതാം. ഇവിടെ T1 എന്ന് പറഞ്ഞാലും എ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയായിരിക്കും? ആദ്യ പദമാണ്. ഇത് വെച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. 7 4 1 -2 -5 എക്സെട്ര എന്ന സീക്വൻസിൻ്റെ 12ാം പദം കാണുക. നമുക്കറിയാം Tn എന്ന് പറയുന്നത് എന്താണ്? Tn ഈക്വൽ ടു അല്ലെങ്കിൽ T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി. ഇവിടെ ആദ്യ പദം വേണം, കോമൺ ഡിഫറൻസ് വേണം, പിന്നെ എത്രാമത്തെ കണ്ടുപിടിക്കേണ്ടത് എന്ന് എത്രയാണ്? അതിനാണ് കോമൺ 2 മൈനസ് T2 മൈനസ് എത്രയാണ്? 4 മൈനസ് 7 ഇക്വൽ ടു -3. കോമൺ ഡിഫറൻസ് -3 എന്ന് കിട്ടി. n എന്ന് പറയുന്നത് എത്രാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്? 12ാം പദമാണ്. n എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ T12 ഈക്വൽ ടു 7 പ്ലസ് n എത്രയാണ്? 12 മൈനസ് 1 ഇൻറ്റു -3 ഈക്വൽ ടു 7 പ്ലസ് 12 മൈനസ് 1 11 ഇൻറ്റു -3 ഈക്വൽ ടു 7 മൈനസ് 33 ഈക്വൽ ടു -26 എന്ന് കിട്ടും. അപ്പോൾ 12ാം പദം എത്രയാണ്? -26. അപ്പം എന്നാം പദം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. അടുത്തെന്ന് വെച്ചാൽ സം ഓഫ് nth ടേം എന്ന് പറയുന്നത് നമ്മളിതൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നെ ഒന്നും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നമ്മളിതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സം ഓഫ് nth ടേം ഈക്വൽ ടു n/2 ഇൻറ്റു ആദ്യ പദം അധികം അവസാന പദം T1 പ്ലസ് Tn ആണ്. നമുക്കിനി ഈ ഇക്വേഷൻ നമുക്കിപ്പം ഒരു സീക്വൻസ് തന്നിട്ട് ആദ്യ പദവും ഒരു സീക്വൻസിൻ്റെ ആദ്യ പദവും അവസാന പദവും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സം കാണുന്നതിനുള്ള ഇക്വേഷനാണ് ഇത്. സം ഓഫ് nth ടേം ഈക്വൽ ടു n/2 ഇൻറ്റു ആദ്യ പദം അധികം അവസാന പദം. ഇനി നമുക്ക് ഈ അവസാന പദം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ Sn ഈക്വൽ ടു സം ഓഫ് n ടേംസ് നമുക്ക് Sn എന്ന പദം കൊണ്ട് സൂചിപ്പിക്കാം. Sn ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn അല്ലേ? നമുക്ക് ഈ Tnന് പകരം നമ്മൾ Tn എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. Tn ഈക്വൽ ടു T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് T1 2T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പം നമുക്ക് Sn നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. നമുക്ക് ഒരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ n പദങ്ങളുടെ തുക കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനും ഉപയോഗിക്കാം. n/2 ഇൻറ്റു 2T1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെങ്കിൽ
ഈ T1 പകരം നമുക്ക് എ, ആദ്യ പദത്തിനെ നമുക്ക് എ എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കാം. 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ടി. അപ്പം നമുക്ക് സം കാണാനായിട്ട് രണ്ട് ഇക്വേഷൻ കിട്ടി. ടേം എന്ന് പറയുന്നത് n/2 ഇൻറ്റു T1 പ്ലസ് Tn കൊണ്ട്, മറ്റൊരു ഇക്വേഷനാണ് Sn n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. നമുക്കിത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യും. പ്രോബ്ലം എന്ന് വെച്ചാൽ 2, 4, 6, 8, 10, 12, 14, 16 എക്സെട്ര. ഇതെന്ന് പറയുന്നൊരു സീക്വൻസ് ആണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ സം ഓഫ് 8th ടേം കാണണം. സം ഓഫ് 8th ടേം കാണണം. അപ്പം സം ഓഫ് 8th ടേം കാണുന്നത് ഇതിൻ്റെ എട്ടാമത്തെ പദം 16 ആണെന്ന് നമുക്കറിയാം. അപ്പം ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് Sn ഈക്വൽ ടു n/2 ഇൻറ്റു, നമുക്കൊരു ഇക്വേഷനാണ് Sn ഈക്വൽ ടു n/2 ഇൻറ്റു T1 പ്ലസ് Tn എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വെച്ചാൽ എത്രാം പദമാണ്? എട്ടാം പദം. അപ്പോൾ n എന്ന് പറയുന്നത് 8, 8/2 ഇൻറ്റു T1 എന്ന് പറയുന്നത് 2, 2 പ്ലസ് Tn എന്ന് പറയുന്നത് 16. എട്ടാം പദം എന്ന് പറയുന്നത് 16 ആണ്. 8/2 4 ഇൻറ്റു 18 എന്ത് കിട്ടും? നമുക്ക് 72 എന്ന് കിട്ടും. നമുക്കിതിനെ തന്നെ മറ്റേ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനിതിങ്ങനെ ഓടിച്ചിട്ട് പറഞ്ഞു പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണിത്. Sn ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇവിടെ n എന്ന് പറയുന്നത് 8, 8/2 ഇൻറ്റു 2 ഇൻറ്റു a 2 പ്ലസ് n മൈനസ് 1. n മൈനസ് 1 എന്ന് പറയുമ്പം 7 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 2. 8/2 എന്ന് പറയുന്നത് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4, 4 പ്ലസ് 14 എന്ന് പറയുന്നത് 18. 18 ഇൻറ്റു 4 എത്രയാണ്? 17. നമുക്ക് രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും ഒരു ആൻസർ തന്നെയല്ലേ കിട്ടിയത്. നമുക്കിനി നെക്സ്റ്റ് നമുക്ക് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ്, നമുക്കിതിൻ്റെയൊക്കെ ഇക്വേഷൻസ് മാത്രം കണ്ടുപിടിച്ചാൽ നമുക്ക് പഠിച്ചാൽ മതി. നമ്മൾ ഇക്വേഷൻസ് മാത്രം കാണാതെ പഠിച്ചിട്ട് നമുക്കത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്താൽ മതി. ഇതിൻ്റെ ഡെറിവേഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, sum of n natural numbers equal to n into n plus 1 divided by 2. Sum of n natural numbers equal to n into n plus 1 by 2 ആണ്. ഇനി sum of n odd numbers എന്ന് പറയുന്നത് sum of n odd numbers, odd numbers equal to n square. ഇനി സം ഓഫ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് സം ഓഫ് n ഈവൻ നമ്പേഴ്സ്, സം ഓഫ് n ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1. ദെൻ നെക്സ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് squares of n natural numbers, n natural numbers. ഇതിൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ ഇതിൻ്റെ സം കാണുന്നതാണ്. സം കാണുന്നതിനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n plus 1 divided by 6.
ഇനി സം ഓഫ് ക്യൂബ്സ് ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ക്യൂബ്സ് ഓഫ് n natural numbers. Sum of cubes of n natural numbers equal to n into n plus 1 divided by 2 the whole square. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഡെറിവേഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻസ് കാണാൻ പഠിച്ചാൽ മതി. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളിന്ന് പഠിച്ചത് എന്നാം പദം കാണുന്നത്. എന്നാം പദം എന്ന് വെച്ചാൽ ടി എൻ ഈക്വൽ ടു എൻ ബൈ ടി വൺ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്ന് പഠിച്ചു. അതുപോലെ സം കാണുന്നത്, സം ഓഫ് എൻ, സം എന്ന് പറയുന്നത് എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി എന്നും ഉണ്ട്. അതുപോലെ തന്നെ എസ് എൻ ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടു ടി വൺ പ്ലസ് എൻ മൈനസ് ടു ഡി ഉണ്ട്. പിന്നെ സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു. സം ഓഫ് എൻ ഓഡ് നമ്പേഴ്സ് എൻ സ്ക്വയർ. സം ഓഫ് എൻ ഈവൻ നമ്പേഴ്സ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സിക്സ്. സം ഓഫ് ക്യൂബ്സ് ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ടു ദി ഹോൾ സ്ക്വയർ. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ളത് ഒരു ഇക്വേഷനാണ്. എന്ന് വെച്ചാൽ അരിത്തമെറ്റിക് മീൻ എന്തുവാണെന്ന് പഠിക്കണം. അരിത്തമെറ്റിക് മീൻ എന്താണ് അരിത്തമെറ്റിക് മീൻ? ഇപ്പം എ ബി സി ഇതെന്ന് പറയുന്നത് എന്നീ മൂന്ന് പദങ്ങൾ എ പിയിലാണെങ്കിൽ, എ ബി സി എന്നീ മൂന്ന് പദങ്ങൾ എ പിയിലാണെങ്കിൽ ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും. എ ബി സി എന്നീ മൂന്ന് പദങ്ങൾ എ പിയിൽ ആണെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണെങ്കിൽ അതിൻ്റെ നടുക്ക് കിടക്കുന്ന പദം ബി എന്ന് പറയുന്നത് എ പ്ലസ് സി ഡിവൈഡഡ് ബൈ ടു ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് എല്ലാ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം.